ചോര വീണ മണ്ണിൽ നിന്നുള്ള പാട്ട് CPM-ന്റെ ഒരുവിധം എല്ലാ സമ്മേളനങ്ങളിലും അവർ ഇടാറുണ്ട്. ആ പാട്ടിന്റെയും ലാൽ സലാം എന്ന് വിളിക്കുന്നതൊക്കെ ഒരു രസത്തിലാണ് അവർ ഈ പാട്ട് ഇടുന്നതെന്ന് എൻ്റെ വിചാരം. അവരിടയ്ക്ക് വരിയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനൊരിക്കൽ അനിൽ പരശുരാനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഭാഗ്യവാനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞു നിങ്ങൾ അവർക്കെതിരെ ഒരു രീതിയിൽ പാട്ട് അവരെ വിമർശിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാ സമ്മേളന നഗരിയിലും എഴുതുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വരികളുണ്ടല്ലോ, ഇപ്പൊ ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം, അതുവരെയൊക്കെ ഓക്കെ. പിന്നെ അങ്ങോട്ട് പറയുന്നത് മൂർച്ചയുള്ള ആയുധങ്ങളല്ല പോരിന് ആശ്രയം. ഇവർ ആയുധം എടുക്കുന്നതിനെതിരായിട്ടാണ് പറയുന്നത്. പിന്നെ പറയുന്നത് കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. തുരുമ്പെടുത്തു, ഇവരുടെ കാരിരുമ്പ് തുരുമ്പെടുത്തു പോയി. അതെ അതെ, ആശയത്തെ പ്രത്യയശാസ്ത്രത്തെ ഭയങ്കരമായി പരിഹസിച്ചിരിക്കുകയാണ്. കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. പിന്നെ പറയുന്നത് സ്മാരകം തുറന്നു വരും വാക്കുകൾ, പിന്നെ നിങ്ങൾക്ക് കാലിടറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് രക്തസാക്ഷിത്വത്തെ പറ്റിയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ട് എഴുതി വെച്ച വാക്കുകൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ പോകുവാൻ നമുക്ക് ഏറെ ദൂരമുണ്ട് ഓർക്കണം, വഴിപിഴച്ച് പോയിടാതെ മിഴുതെളിച്ച് നോക്കുവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വഴിപിഴച്ചതിനെ പറ്റി, ഇവർക്ക് കാലിടറിയതിനെ പറ്റി, പ്രത്യയശാസ്ത്ര പരാജയത്തെ പറ്റി എന്ന് വേണ്ട ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന എല്ലാ പോരായ്മകളെയും വളരെ കൃത്യമായി കാവ്യാത്മകമായി അദ്ദേഹം വിമർശിച്ചിട്ടും പരിഹസിച്ചിട്ടും ഇത് മനസ്സിലാകാതെ കുറെ സാധുക്കൾ ഈ പാട്ട് വയ്ക്കുന്നുണ്ട്.